ഹായ് ഗൈസ്, വെൽക്കം ടു സനി തോട്ട്സ്. അപ്പോൾ നമ്മളിന്ന് റിവ്യൂ പറയുന്നത് ധ്യാൻ ശ്രീനിവാസിൻ്റെ ഡിക്റ്റേറ്റീവ് ഉജ്ജ്വലൻ. ഇന്നലെ രാത്രിയാണ് ഈ സിനിമ കാണുന്നത്. ആക്ച്വലി ഇപ്പം ജോലിയിൽ നല്ല റഷ് ആയതുകൊണ്ട് തന്നെ പടങ്ങൾ കാണാനായിട്ട് ടൈം ഭയങ്കര പ്രശ്നമാണ്. എന്നാലും നമുക്കുള്ള സബ്സ്ക്രൈബേഴ്സ് നിങ്ങളെന്താണ് ഒരു ചാനൽ തുടങ്ങിയിട്ട് സിനിമ റിവ്യൂ ഇടാത്തത് എന്ന് ചോദിച്ചതുകൊണ്ട് അതിൻ്റെ സമയമൊക്കെ കണ്ടെത്തിയാണ് രണ്ട് സിനിമകൾ ഇന്നലെ കണ്ടു. നരിവേട്ടയും കണ്ടു, ഡിക്റ്റേറ്റീവ് ഉജ്ജ്വലനും കണ്ടു. നരിവേട്ടയുടെ റിവ്യൂ നമ്മുടെ ചാനലിൽ തന്നെ കിടപ്പുണ്ട്, എല്ലാവരും കാണുക. ഡിക്റ്റേറ്റീവ് ഉജ്ജ്വലൻ്റെ ഇതാ വരുന്നു. അപ്പോൾ സിനിമയിലേക്ക് വരുമ്പോൾ രണ്ട് കാര്യങ്ങളാണ് മെയിനായിട്ട് എനിക്ക് പറയാനുള്ളത്. വീക്കെൻഡ് ബ്ലോക്ക് ബസ്റ്റേഴ്സ്, അറിയാലോ അവരുടെ പടങ്ങളെന്ന് പറയുമ്പോൾ മുന്തിരിവള്ളികൾ, അല്ലെങ്കിൽ RDX, അല്ലെങ്കിൽ മിന്നൽ മുരളി, അങ്ങനെ ഒരു പേരുണ്ട് അവർക്ക്. സോഫിയ പോൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന പടമാണെന്ന് പറയുമ്പോൾ തന്നെ എല്ലാവരും വീക്കെൻഡ് ബ്ലോക്ക് ബസ്റ്റേഴ്സിൻ്റെ പടമാണ്. ഇപ്പോൾ ഈ പടത്തിൻ്റെ തന്നെ ട്രെയിലർ കണ്ടപ്പോൾ പലരും വീക്കെൻഡ് ബ്ലോക്ക് ബസ്റ്റേഴ്സിൻ്റെ പടമായതുകൊണ്ട് എന്തെങ്കിലും കാണും എന്നൊരു അഭിപ്രായം ഉണ്ടായിരുന്നു. പക്ഷേ ആ വീക്കെൻഡ് ബ്ലോക്ക് ബസ്റ്റേഴ്സിൻ്റെ സിനിമകളുടെ റേഞ്ചിനോടൊത്ത് ഈ സിനിമ പോയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സത്യത്തിൽ ഇല്ല എന്നുള്ളതാണ് അതിൻ്റെ മറുപടി. ഇനി ഇതിൻ്റെ ഒരു രണ്ടാമത്തെ വശം എന്ന് പറയുന്നത് ധ്യാൻ ശ്രീനിവാസൻ. അദ്ദേഹത്തിന് ഇപ്പോൾ പലതരം പേരുകളൊക്കെ ഇട്ടാണ് പലരും വിളിക്കുന്നത്, വീക്കിലി സിനിമകൾ ഇറക്കുന്നതുകൊണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സിനിമകളിൽ ഒരു ബെറ്റർ സിനിമയാണ്. അപ്പോൾ ഒരു നെഗറ്റീവും പോസിറ്റീവും ഉണ്ട് അവിടെ. നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഇതൊരു മോശം പടമല്ല കേട്ടോ, പക്ഷേ വീക്കെൻഡിൻ്റെ ഒരു നോർമൽ അവർ ചെയ്തു വെക്കുന്ന റേഞ്ച് വെച്ചിട്ട് ഇത് ഒരു ഇത്തിരി താഴെ നിൽക്കുന്ന പടമാണ്. എന്നാൽ ധ്യാൻ ശ്രീനിവാസൻ ചെയ്യുന്ന സിനിമകൾ വെച്ചിട്ട് ഇത് ഒരുപാട് മുകളിലേക്ക് വന്ന സിനിമയാണ്. അങ്ങനെ നെഗറ്റീവും പോസിറ്റീവും ഉള്ളൊരു പടമാണ് ഡിക്റ്റേറ്റീവ് ഉജ്ജ്വലൻ. സിനിമയിലേക്ക് വരുമ്പോൾ ഈ സിനിമ നമുക്കൊരു സിനിമാറ്റിക് യൂണിവേഴ്സിലേക്കാണ് ഇത് തുറക്കുന്നത്. മിന്നൽ മുരളി പോലുള്ള സിനിമകളുടെ യൂണിവേഴ്സിലേക്ക് ഈ സിനിമ കയറുന്നുണ്ട്. അതിൻ്റെ ഡീറ്റെയിലിംഗ് ഞാൻ പറയുന്നില്ല, നിങ്ങൾ സിനിമ കണ്ട് തന്നെ അറിയുക. അപ്പോൾ നമുക്കും ഒരു സിനിമാറ്റിക് യൂണിവേഴ്സ് ഓപ്പൺ ആയിരിക്കുകയാണ് ഈ സിനിമയിലൂടെ. പിന്നെ സിനിമ നടക്കുന്നത് ഒരു 90s കാലഘട്ടത്തിലാണ്. സിനിമ ശരിക്കും പറഞ്ഞാൽ ഒരു വൺ ടൈം ഡീസൻറ്റ് വാച്ചായിട്ടുള്ള സിനിമയാണ്. ഒരു പ്രാവശ്യം നമുക്ക് കണ്ടിരിക്കാവുന്ന ഒരു ഡീസൻറ്റ് സിനിമ തന്നെയാണ്. അതിപ്പോൾ നരിവേട്ടയാണെങ്കിലും എനിക്ക് അങ്ങനെ തന്നെയാണ് തോന്നിയത്. ഡീസൻറ്റ് പടമാണ്, ഒരു പ്രാവശ്യം കാണാവുന്ന നല്ലൊരു ഡീസൻറ്റ് പടമാണ്. നരിവേട്ട കുറച്ചും കൂടി ഒരു സീരിയസ് സബ്ജക്റ്റാണ്, ഇത് കുറച്ചും കൂടി ഒരു മിസ്റ്ററി ത്രില്ലറാണ്. പക്ഷേ ഈ സിനിമയിൽ നമ്മളങ്ങനെ കാണാത്ത പുതുമകളായിട്ടുള്ള വലിയ സംഭവങ്ങളൊന്നുമില്ല. നമ്മൾ കണ്ടിട്ടുള്ള പോലത്തെ നമുക്ക് ഊഹിക്കാൻ പറ്റുന്ന രീതിയിലാണ്. പക്ഷേ നല്ല ഡീസൻറ്റ് മേക്കിംഗ് ആണ്, ഡീസൻറ്റ് പെർഫോമൻസ് ആണ്. ധ്യാൻ ശ്രീനിവാസൻ ഒരു മോശം നടനാണെന്നൊരു അഭിപ്രായം എനിക്കില്ല. കാരണം പുള്ളീനെ ശ്രദ്ധിച്ചാൽ അറിയാം, പുള്ളി നല്ല നടനാണ്. ഈവൻ പുള്ളി ആദ്യം വന്ന സിനിമ തീരയിലൊക്കെ നല്ല അടിപൊളി റോൾ ചെയ്താണ് പുള്ളി തുടങ്ങിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പുള്ളിയിലെ നടനെന്ന് എനിക്ക് സംശയമൊന്നുമില്ല. അത് ഇവിടെയും പുള്ളി തെളിയിച്ചിട്ടുണ്ട്. ഈ വർഷങ്ങൾക്ക് ശേഷം വന്നപ്പോഴാണെങ്കിലും ആസ് എ പെർഫോമർ ധ്യാൻ തകർത്തായിരുന്നു. ഇൻഫാക്റ്റ് ആ പടത്തിൽ നായകൻ ധ്യാനാണെന്ന് നമുക്ക് പറയാം വർഷങ്ങൾക്ക് ശേഷത്തിൽ. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ സിനിമയിലേക്ക് വരുമ്പോൾ ഇതിലും ആസ് എ പെർഫോമർ പുള്ളി തകർത്തുണ്ട്. പിന്നെ നല്ല സപ്പോർട്ടീവായിട്ടുള്ള കാസ്റ്റൊക്കെ ഈ പടത്തിലുണ്ട്. സിജു വിൽസനെ പോലെ. സിജു വിൽസൺ ആണെങ്കിലും ഇപ്പോൾ ഒരു നായക നടനാണ്. നമുക്കൊരു ധ്യാൻ്റെ ഒപ്പം സിജു വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു രണ്ട് നടന്മാർ വന്നൊരു എഫക്റ്റ് എനിക്ക് പേഴ്സണലി തോന്നിയായിരുന്നു. സിജു വിൽസനും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. എസ്പെഷ്യലി ക്ലൈമാക്സിനോടടുത്ത് പുള്ളിയുടെ ഒരു ഫൈറ്റ് സൂപ്പറായിട്ടുണ്ട്, ഒന്നും പറയാനില്ല. അപ്പോൾ സിനിമ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ക്രൈം ത്രില്ലറാണ്, ഒരു നാട്ടിൻപുറത്ത് നടക്കുന്ന ഒരു ക്രൈം ത്രില്ലറാണ്, ഒരു 90s കാലഘട്ടത്തിൽ നടക്കുന്ന കഥയാണ്. അതുകൊണ്ട് തന്നെ ആ സിനിമ കാണുമ്പോഴേ നമുക്കൊരു വിൻറ്റേജ്, ഒരു പഴയ സിനിമ കാണുന്നൊരു ഫീൽ ഉണ്ട്. അതിനെ പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും എടുക്കാം. അത് ഇഷ്ടപ്പെടുന്നവർക്ക് അതിനെ പോസിറ്റീവായിട്ടും, അല്ലാത്തവർക്ക് അതൊരു കല്ലേടിയായിട്ട് ചിലപ്പോൾ തോന്നിയേക്കാം. രണ്ട് പുതിയ ഡയറക്ടേഴ്സാണ് ഈ സിനിമയുടെ കഥ, സ്ക്രിപ്റ്റ് വർക്കെല്ലാം ചെയ്തിട്ടുള്ളത്. നല്ലൊരു തുടക്കമാണ് അവരെ സംബന്ധിച്ച്. ധ്യാൻ ശ്രീനിവാസനിലേക്ക് നോക്കുമ്പോൾ തുടർച്ചയായിട്ടുള്ള പരാജയങ്ങൾക്കിടയിൽ ഇതൊരു വിജയചിത്രമായി മാറാനുള്ള സാധ്യതകളെല്ലാം ഞാൻ കാണുന്നുണ്ട്. കാരണം നോർമലി കാണുന്ന ഓഡിയൻസിനൊക്കെ പടം അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു അഭിപ്രായത്തിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓപ്റ്റ് ചെയ്യപ്പെടാൻ സാധ്യത കൂടുതലാണ് സിനിമ. പ്രത്യേകിച്ച് ഫാമിലി ഓഡിയൻസിനെല്ലാം കുറച്ചും കൂടി ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനൊരു സോളോ ഹീറോ എന്നുള്ള ലെവലിലൊരു വലിയ വിജയം അല്ലെങ്കിലും ഒരു വിജയം ആയി മാറാൻ ഡിക്റ്റേറ്റീവ് ഉജ്ജ്വലിന് കഴിയാൻ സാധ്യതയുണ്ട്. അങ്ങനെ ആവട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. അപ്പോൾ എല്ലാവരും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സിനിമകൾ തിയേറ്ററിൽ തന്നെ പോയി കാണുക. OTT വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട. OTTയിൽ കാണുന്നതിന് കുഴപ്പമില്ല, പക്ഷേ നമ്മൾ തിയേറ്ററിലും പോയി കാണാൻ ശ്രമിക്കുക. ഇനി ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്ന രണ്ട് സിനിമകളിലേക്ക് പോകണമെങ്കിൽ രണ്ട് സിനിമകളും നമ്മൾ കൊടുക്കുന്ന ക്യാഷിന് വർത്താണ്. എക്സ്ട്രാ ഓർഡിനറി അല്ല എന്ന് മാത്രമേ ഉള്ളൂ. രണ്ട് സിനിമകളും വൺ ടൈം വാച്ചബിളാണ്. രണ്ട് സിനിമകളും കാണുക. വേറെ ആസാദി എന്ന് പറയുന്ന ശ്രീനാഥ് ബാസിൻ്റെ ഒരു സിനിമ കൂടി ഇറങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അതിനെക്കുറിച്ച് വലിയ ധാരണയില്ല, ഇറങ്ങുമെന്ന് കേട്ടിരുന്നു. അപ്പോൾ എന്തായാലും എല്ലാവരും തിയേറ്ററിൽ തന്നെ സിനിമകൾ കാണുക, സിനിമയെ സപ്പോർട്ട് ചെയ്യുക. ബൈ.